ഹായ് ഗൈസ്. അപ്പം നമ്മൾ എന്താ പറയുക, ഓണത്തിന് സദ്യൻ്റെ കൂടെ വിളമ്പുന്ന ഒരു വിഭവമാണല്ലോ നമ്മളെ പച്ചടി. അപ്പോൾ അത് ബീറ്റ്റൂട്ട് പച്ചടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ബീറ്റ്റൂട്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അത് ഉപ്പേരി ആയാലും എന്തായാലും കഴിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. അപ്പം എന്തായാലും വേണ്ടില്ല, നമുക്കതൊന്ന് ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ എന്താ പറയുക, ബീറ്റ്റൂട്ടൊക്കെ പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ വൃത്തിയാക്കിയിട്ട് ചട്ടിയിൽ ഒത്തിരി ഉപ്പും വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിലോട്ടാണ് ഈ അരപ്പ്: തേങ്ങ, ചെറിയ ജീരകം, അതുപോലെ തന്നെ ഒത്തിരി കടുക്, നമ്മൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ബീറ്റ്റൂട്ടൊക്കെ വെന്തതാ നമുക്കത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണേ. നന്നായിട്ട് വേവണം കേട്ടോ, എന്താ പറയുക, ബീറ്റ്റൂട്ട്. എന്നിട്ട് നമ്മൾ ചട്ടിയിലോട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ തേങ്ങ അരച്ചില്ലേ, ആ പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര്, നിങ്ങൾ പുളി എത്രത്തോളം വേണം അത്ര ഇട്ട് കൊടുത്തിട്ടോ. ഞാനിട്ടത് കുറച്ച് കുറവായിരുന്നു, പിന്നെ ഇടുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടും പോയി. അപ്പോൾ ഇത്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും നോക്കിക്കണ്ട് തീ കത്തിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ, മറന്നു പോകരുത്. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ തന്നെയാണോ പ്രോപ്പറായിട്ട് ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാനിത് യൂട്യൂബൊക്കെ കണ്ടുകാണ് ഉണ്ടാക്കുക കേട്ടോ. ഫസ്റ്റ് ട്രൈ ആയിരുന്നു. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ലാസ്റ്റ് നമുക്ക് ഇതിലോട്ട് തൂമിക്കണം. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയിലാണ് കടുകും കറിവേപ്പിൻ്റെ ഇലയും നമ്മൾ ഉണക്കമുളക് ഇട്ട് കണ്ടാട്ടോ തൂമിച്ചെടുക്കുന്നത്. സംഗതി സൂപ്പർ ടേസ്റ്റായിരുന്നു. കാരണം സദ്യയിലൊക്കെ ഇങ്ങനെ കുറച്ച് കൂട്ടിയിട്ടുള്ള ശീലം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കാനും പഠിച്ച്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.